ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. വെരി സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ് ഇന്നത്തേത്. തക്കാര കോഴി. ഇത് ഞാൻ കൊടുത്ത പേരാണ് കേട്ടോ. ഈ രുചിയിലുള്ള ഒരു ചിക്കൻ ഡിഷ് നിങ്ങൾ വേറെ എവിടെ നിന്നും കഴിച്ചു കാണില്ല, തീർച്ചയാണത്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തെടുത്തൊരു ചിക്കൻ കറിയാണ്. നമ്മളിപ്പോൾ ഒരു ഡിഷ് എന്തായാലും ചെയ്യുമ്പോഴത് എവിടെ നിന്നും ആ പേരെങ്കിലും കാണുമല്ലോ. ഇത് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത എൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ്. ഈ ഡിഷിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും എങ്ങനെ ചെയ്യുന്നു എന്നും കാണുക. ഇത് ഒരു കുഞ്ഞു ചിക്കനാണ്. ഒരു 850 ഗ്രാമൊക്കെ വരുമായിരിക്കും. ഇളം കോഴി, അതാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഫ്ലഷൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിഷിന് വേണ്ടി ഞാൻ കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളിയാകുമ്പോൾ ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയോ എടുക്കാം. 1.5 കപ്പിൽ മീതെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കൂടുന്നതനുസരിച്ച് ഈ കുഞ്ഞുള്ളിയും കൂട്ടണം, അളവ് കൂട്ടണം. കുഞ്ഞുള്ളി എല്ലാം ഞാനൊന്ന് നെടുകെ പിളർന്നെടുത്തിട്ടുണ്ട്. ചെറിയതാക്കി അരിഞ്ഞിട്ടില്ല. ഓരോന്നും നടുകെ പിളർന്നെടുത്തതാണിത്. 1 ഇഞ്ച് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി, വലിയ അല്ലിയാണ്. 3 പച്ചമുളക്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലി തരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ഉണക്കമുളക് എന്ന് വെച്ചാൽ വറ്റൽമുളക് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ചില്ലി ഫ്ലേക്സ് എടുക്കുന്ന പോലെ തന്നെ ചെയ്തിടാൻ മതി. അത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ചെറിയ ഇനം മുളകാകുമ്പോൾ നല്ല എരിവ് കാണും. എനിക്ക് ഈ ഡിഷ് നല്ല എരിവ് വേണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് ശരിയായി വരുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ക്രഷ് ചെയ്യാൻ പോവുകയാണ്. അത് സ്പെഷ്യലായിട്ട് വേറെ തന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ഫ്രൈ ചെയ്ത മുളകും കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിൻ്റെ അതേ പാകത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇത് നമ്മൾ ആദ്യം മുളക് ക്രഷ് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ ഒത്തിരി മാറ്റമുണ്ട്. ഓക്കെ. 1 കപ്പോളം തേങ്ങാപ്പൂൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്ത മല്ലിയോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. ഈ ഡിഷ് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഞാൻ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കറിവേപ്പിലയും ഉണക്കമുളകും ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കതിൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ഒട്ടും കുറഞ്ഞു പോകരുത്, കൂടിയാൽ ടേസ്റ്റ് കൂടുകയുള്ളൂ. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 3-4 കുഞ്ഞുള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കുക. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, തേങ്ങക്കൊത്തും ചേർത്ത് കൊടുക്കുക. കുഞ്ഞുള്ളി, മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പിടുന്നുണ്ട്. ചിക്കനിൽ കുറച്ചും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറുത്ത് ക്രഷ് ചെയ്തെടുത്ത് മുളകും പിന്നെ കുരുമുളകും. ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്. ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത ഒരു 15 മുളകിൻ്റെ ചില്ലി ഫ്ലേക്സും ഉണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ടുണ്ട്.
ചിക്കൻ ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളത്തിൽ തന്നെ വെന്ത് വരും. ചേരുവകളിൽ പറയാൻ വിട്ടുപോയതാണ്, ഒരു വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു. ഈ ഡിഷിലോട്ട് ഒരു തുള്ളി പോലും വെള്ളവും ചേർത്തിട്ടില്ല, മുളക് പൊടിയും ചേർത്തിട്ടില്ല. മുളക് ഫ്ലേക്സ് ഇടുന്ന കണ്ടിട്ടുള്ളൂ, ചില്ലി ഫ്ലേക്സ് അത്രയേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ ആവശ്യത്തിന് നല്ല എരിവുണ്ട്, നല്ല കളറും ഉണ്ട്, വേണ്ടത്ര ഗ്രേവിയും ഉണ്ട്. ഈ ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടക്കും ചപ്പാത്തിക്കെല്ലാം കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത് ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണിത്. എന്താണ് ചെയ്ത് നോക്കുക. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിന്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. VMRൻ്റെ സ്പെഷ്യൽ ഡിഷായ തക്കാര കോഴി റെഡി. അടിപൊളിയാണ് കേട്ടോ. എന്താണ് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാമോ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.